ഇതൊരു കഥയാണ്, ഒരു യാത്രയുടെ കഥ. കേരളത്തിന്റെ ഹൃദയത്തിലൂടെ അനന്തമായി മുഴങ്ങുന്ന ധാർമ്മികതയുടെയും ദാനശീലത്തിന്റെയും പ്രതിരൂപമായ അഷ്ടചിരഞ്ജീവികളിൽ ഒരാളായ മഹാബലിയുടെ ഒരു തിരുവോണയാത്രയുടെ കഥ. ഈ കഥയിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി സാമ്യം തോന്നുകയാണെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. ഈ ചിരിയുടെ മാലപ്പടക്കം മൂലം നിങ്ങൾക്കുണ്ടാകുന്ന കണ്ണുനീരിനും കൊളുത്തിപ്പിടുത്തത്തിനും ഇതിന്റെ ഭാരവാഹികൾ ഉത്തരവാദികളായിരിക്കുകയില്ല. ക്യാമറ റോളിംഗ്, സ്റ്റാർട്ട്, ആക്ഷൻ. എവിടെ പോയി കിടക്കുന്ന കർത്താവ് എല്ലാരും? ഒരു സംവിധായകന്റെ വേദന ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കുവോ? എൽദോ, എൽദോ, നീ ഇങ്ങനെ ആടിത്തൂങ്ങി നിൽക്കാതെ ഈ പെട്ടിയൊക്കെ എന്നെടുത്ത് വണ്ടി കേറ്റടാ. അതന്നല്ലേ ചെയ്യണേ. അടുത്ത ഒരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. ഉർവശി തിയേറ്റേഴ്സ് അഭിമാന പുരസ്സരം അവതരിപ്പിക്കുന്ന പുതിയ നാടകം ഉർവശി ശാപം ഉപകാരം. ഹാവൂ, ഈ കുന്തായിരുന്നോ ഈ പണ്ടാരപ്പ് എന്തിനാ അടിക്കണേ? ഇനി കുവൈറ്റിന്ന് അളിയനായിരിക്കോ? വെച്ചേടാ. ഹലോ, മാനർമത്തായി സ്പീക്കിംഗ്. ഹലോ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ? പുറപ്പെട്ടു. ഈ കെട്ട് ഈ പാലിറങ്ങി അങ്ങോട്ട് എത്തിയിടോ. ഞാൻ പറഞ്ഞില്ലേ അവര് വിളിക്കുന്നു. ഇതിപ്പോ എന്താ ചെയ്യന്റെ കർത്താവേ. തലവേദന. ഡെൽദോ, നീ ആ സുഗണ്ണൊന്ന് വിളിക്കടാ. ഇയാളിത് എവിടെ പോയി കിടക്ക? നാടകത്തിലേക്ക് ഒരു രാജാവ് വേണം, അത്രല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനെ ഇങ്ങനെ മനുഷ്യനെ മെനക്കെടുത്തണോ? അയ്യോ, എന്തടാ? മേഴ്സിയെ കണ്ടില്ലല്ലോ. മേഴ്സി എത്തിയില്ലേ? മേഴ്സി നിന്നെ ഞാനൊന്ന് ശരിയാക്കുന്നുണ്ട്. വാടവിടെ. മേഴ്സി വല്ല ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കുവോ? നിന്റെ ബ്ലോക്ക് ഞാൻ ശരിയാക്കി തരാം. അങ്ങനെ വീണ്ടും ഒരു പൊന്നിൻ ചിങ്ങം. എൻ്റെ നാടാകെ മാറിയല്ലോ. ആഹാ, എത്ര സുന്ദരം! വലിയ കെട്ടിടങ്ങൾ, പുതിയ റോഡുകൾ, വലിയ മാറ്റം തന്നെ. മത്തായിച്ച, ദേ നമ്മുടെ രാജാവെത്തിയല്ലോ. ഡോഡോടോ, താനൊന്ന് നിന്നേ. ആഹാ, മേക്കപ്പ് ഒക്കെ ഉണ്ടല്ലോ. കണ്ട് പഠിക്കടാ. താങ്കൾ കാളുമാറിയെന്ന് തോന്നുന്നു. ഞാൻ മഹാബലി. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാകാനും മനുഷ്യനാകാനും നിന്റെ ചുണ്ടിൻ്റെ മുത്തമാവാനും നിമിഷാർദ്ധം പോലും ആവശ്യമില്ലാത്ത ഗഗനചാരി. മാറി നിൽക്കടാ ചീള് ചെക്ക. ഔ, ഡയലോഗ് അടിച്ചെന്ന് സമയം പോണ അറിയില്ല. ഡാ, വണ്ടി എടുക്കടാ. അല്ല ഞാൻ എന്നെ അണ്ണാ വാ അണ്ണാ, സമയം മെനക്കെടുത്തല്ലേ. എക്സ്ക്യൂസ് മീ, ഞങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. യുനോ ഡയറക്ടർ രാജമൗലി ഇവളുടെ ഒരു സമ്മതത്തിനായി ദിവസങ്ങളായി കാത്തിരിക്കുകയാണ്. രാജമൗലി. മമ്മി, ഇവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല. ടാക്സ് ചാർജ് കിട്ടിയാ നമുക്കങ്ങ് പോവാം. ഓ മമ്മി, എന്റെ പോമഗ്രാനേറ്റ് ജ്യൂസ്. മേഴ്സി ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ജ്യൂസ് എന്തിന്, ഞാനൊരു ജ്യൂസ് കട തന്നെ തുറന്നേനെ. ദേ പിന്നെയും താനിതെങ്ങോട്ടാ? പോയി വണ്ടി കയറോ. അത് പിന്നെ ഞാൻ എങ്കിൽ ശരി, നാട് കാണാൻ നിങ്ങളുടെ കൂടെ ഞാനും വരാം. ഇത് അവന്മാരായിരിക്കും. വലിയ ശല്യായില്ലോ. അതെ, ഞങ്ങൾ 1/2 മണിക്കൂർ മുമ്പേ ഇറങ്ങി. മത്തായിച്ച,
നിങ്ങളിത് എവിടെയാ? ഞാൻ ഈ രാജാവിനെ എവിടെ എത്തിക്കേണ്ടത്? സുഗുണ, അപ്പൊ നീ പറഞ്ഞ ആളല്ലേ ഇത്? ഇനി വല്ല കുമ്പിടിയാണോ കർത്താവേ? ഡോ, താനപ്പ ശരിക്കും മാവേലി തന്നെയാണോ? എന്റെ ഈശോ, മാവേലിയെങ്കി മാവേലി, വടിയും കൊടയൊക്കെ ഉണ്ടല്ലോ. ഇത് മതി, ഇത് മതി, ഇത് മതി. മമ്മി, ഐ എം ഹംഗ്രി. മോമി, മത്തായിച്ച, എന്റെ മോൾക്ക് ലഞ്ച് ടൈം ആണ്. അവളുടെ പതിവ് തെറ്റിച്ചാൽ രാജമൗലി സാർ ഇടപെടും. ആ, പറഞ്ഞ പോലെ ഓണായിട്ടൊരു സദ്യ ഒക്കെ കഴിക്കണ്ടേ? വണ്ടി നേരെ കൊല്ലം ഫയൽ വാനിലേക്ക് പോട്ടെ. ഡെൽദോ, നീ ഒന്ന് പോയി നോക്കിയേ സദ്യ റെഡിയാണോന്ന്. അമ്മേ വരൂ. മേഴ്സി പോട്ടെ. സോറി, മേഴ്സി വരൂ. അമ്മേ പോട്ടെ. ഹൈ, എന്താ അവിടെ ഒരു ബഹളം? വല്ല ഓണത്തല്ലും ആണോ? മേഴ്സി ബാ, ഓടിക്കോ. മത്തായിച്ച വണ്ടിയിട്. അന്തസ് വേണോടാ, അന്തസ്. വെറും ഒരു പപ്പടം ചോദിച്ചതിന് അവന്മാർ എന്നെ ഇടിച്ച് പപ്പടാക്കി. എന്റെ അറിവുകാട് അമ്മച്ചി, നിനക്കൊന്നും എന്നെ അറിയാൻ മേല. പാല വിട്ടാലേ ഞാൻ വെറും കൂലിയാ. വാടോ. അയ്യോ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. കൊച്ചി എത്തി. എല്ലാരും എണീറ്റേ. സ്ഥലത്തി. ഡാ, നീ ആ രാജാവിനെ നോക്കിക്കോണേ. ഡാ, എന്താ? എവിടെ രാജാവ്? അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഉള്ള കുട്ടിയൊന്നല്ലല്ലോ എന്റെ മടിയിൽ കൊണ്ടടക്കാൻ. അവനും അവന്റെ ഒരു മേഴ്സിയും. നിന്നെ ഞാനൊന്ന് അവസാനിപ്പിക്കൂടാ. എന്നാ അവസാനിപ്പിക്ക്. ഞാനിഞ്ഞ അയാളെ എവിടെ പോയി തപ്പിയെടുക്കണം എന്റെ കർത്താവേ. ഹായ്, എത്ര മനോഹരം! താളമേളങ്ങൾ, വാദ്യഘോഷങ്ങൾ, താലപ്പൊലികൾ. ആഹാ, അതിമനോഹരം! എന്റെ പ്രജകൾ വളരെ സന്തോഷത്തിലാണല്ലോ. കള്ളവുമില്ല, ചതിയുമില്ല. നല്ലൊരു ഓണം ആയിട്ട് ചിക്കിലി ഒന്നും ഒത്തില്ലല്ലോ. മൊത്തത്തിലൊരു ഡാർക്ക് സീൻ. സുമിത്രേ, താനത് കണ്ടോ? ഏതവനാടാ ഈ അഴകിയ രാവണൻ? ശരിയാണല്ലോ, എന്തോ ഒരു വശപ്പശക്. ഇയാൾ കുറെ നേരമായല്ലോ പെണ്ണുങ്ങളുടെ ഇടയിൽ. കണ്ടിട്ടേ നല്ല ചിക്കിലിയുള്ള ടീമാണെന്ന് തോന്നുന്നു. ഇയാളെ പൊക്കിയാലേ നമുക്ക് ഈ ഓണം പൊളിക്കാം. വാ നോക്കാം. ഹലോ, ഒന്ന് നിൽക്കണം. തനിക്ക് നിയമം അറിയുമോ? താനിവിടെ 55 സെക്കൻഡിൽ കൂടുതലായി സ്ത്രീകളെ തുറിച്ചു നോക്കുന്നു. എടുക്കട പിഴ 1000 രൂപ. ഏയ്, ഇല്ലില്ല, നിങ്ങൾക്ക് തെറ്റിയതാവും. ഞാൻ ഈ ആഘോഷങ്ങളൊക്കെ ഒന്ന് കണ്ട്. ആ, തന്റെ അസുഖം മനസ്സിലായി. കേറ്റിക്കളെ. അയ്യോ, എന്റെ കയ്യിലൊന്നുമില്ല. തന്റെ കയ്യിലുള്ളതൊക്കെ മതി. ഇത് കള്ളമല്ലേ, ചതിയല്ലേ? നിയമം സംരക്ഷിക്കേണ്ടവർ തന്നെ നിയമവിരുദ്ധരോ? എന്തൊക്കെയാ നടക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ? ഡ്രാഗൺ, ഏതാണ് ഈ പരിഷ്കാരി?
കണ്ടിട്ട് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ കഴിഞ്ഞ് പോകുന്നതാണെന്ന് തോന്നുന്നു. മക്കളെ, ഞാൻ മഹാബലി പ്രജകളെ കാണാൻ പാതാളത്തിൽ നിന്ന് വരുന്നു. പാതാളം? യു മീൻ അണ്ടർഗ്രൗണ്ട്? ഐ ആം ഓൾസോ ഫ്രം അണ്ടർവേൾഡ്. ദാമോദരൻ ഉണ്ണിമകൻ ദിൽമൻ ഇടക്കൊച്ചി. പീപ്പിൾ കോൾ മീ ഡൂഡ്. ബൈ ദ വേ, താങ്കളുടെ കയ്യിൽ നീലക്കൊടുവേലി ഉണ്ടോ? അതില്ലാതെ നമ്മ അവിടെ പെട്ടിരിക്കണേണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ മാവേലി തമ്പുരാനാണ്, ഈ നാട് വാണിരുന്ന സാക്ഷാൽ മഹാബലി. ഡാ പൈലി, ഇത് ഒറിജിനലാടാ. രാജാവേ, ഈ മാലയും വളയൊക്കെ ഒറിജിനലാണാ? അതെന്ത് ചോദ്യം? ഇതൊക്കെ അമൂല്യമായ രത്നങ്ങൾ പതിച്ച ആഭരണങ്ങളാണ്. രാജാവേ, ഒരു മിനിറ്റ്. ബോയ്സ്, എല്ലാം കൂടി 1 CR വരും, പിന്നെ ഡയമണ്ട്സും. നമുക്ക് രക്ഷപ്പെടാൻ ഇതിൽ നല്ല അവസരം വേറെ കിട്ടാനില്ല. നമുക്കിങ്ങനെ പൊക്കാം. രാജാവേ, നമുക്ക് പോവാം. എങ്ങോട്ട്? കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. മഹാദേവ, രക്ഷിക്കണേ! ഗാഡിയിടിച്ചമ്പാൻ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഉണ്ടണ്ണ, ശ്രദ്ധിക്കുന്നുണ്ടണ്ണ. അമ്പാൻ, അയാളെ നോക്കമ്പാൻ. അയാൾ ഓക്കെയാണോ നോക്കമ്പാൻ. അയാളെ രക്ഷിക്കമ്പാൻ. അയാൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നോ അണ്ണ, ഓക്കെയാണ്. അയാൾക്ക് കുഴപ്പമൊന്നുമില്ല അണ്ണ. അവനിങ്ങ് തീർത്തേരെ. അമ്പാൻ, ഓടി! ഷളായി അമ്പാൻ, കളിച്ചത് മതി. ഒന്ന് പൊട്ടിക്കമ്പാനെ. പൊട്ടിക്കുന്നുണ്ടണ്ണ. അമ്പാനെ, അതൊന്ന് ഓഫ് ചെയ്. ഓഫ് ആക്കി അണ്ണ. എടാ മോനെ, നീ ഓക്കെ അല്ലേ? നിങ്ങൾ എന്നെ രക്ഷിച്ചു. ആരാണ് താങ്കൾ? അമ്പാൻ, ഹേൽക്കൊടി. ഏത് കഥ അണ്ണ? ജ്യൂസ്. അണ്ണൻ പണ്ട് അണ്ണന്റെ അമ്മാവന്റെ ജ്യൂസ് കടയിൽ ജ്യൂസ് അടിക്കുന്ന ആളായിരുന്നു. അങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് അണ്ണൻ വലിയൊരടിക്കാരനായി. അമ്പാൻ, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്നെ സഹായിക്കുമോ? എടാ മോനെ, ഈ റങ്ക ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാണ്. അമ്പാൻ, അണ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. സ്വാമി പറഞ്ഞോളൂ. എന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഒന്ന് രക്ഷിക്കാമോ? അമ്പാൻ, തോർസി. യെസ് അണ്ണ. വെറും 5 മിനിറ്റ്. അണ്ണന്റെ പുതിയ ബെൻസ് വരും, അതിൽ നമുക്ക് പോകാം. സ്വാമി വിഷമിക്കണ്ട. എടാ മോനെ, നീ ഹാപ്പി അല്ലേ? ഇത്രയും പ്രശ്നങ്ങൾ തരണം ചെയ്ത മഹാബലി തന്റെ രക്ഷകന്മാരോടൊപ്പം പൂരങ്ങളുടെ നാടായ തൃശൂരെത്തുന്നു. അവിടെയും കാത്തിരുന്നു വിധിയുടെ പരീക്ഷണങ്ങൾ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ലെന്നറിയാം. പല മുഖങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങിയതല്ലേ. സോറി, ഞാൻ എൻ്റെ കഥാപാത്രത്തിലേക്ക് പോയി. ഈ കിരീടം എന്നെ അതിശയിപ്പിക്കുന്നു. ഹൃദയത്തിൽ നിന്നുള്ള ചോദ്യം, ഈ കിരീടം അങ്ങ് എനിക്ക് തരണം. അങ്ങയ്ക്ക് എന്തു വേണമെങ്കിലും ചോദിക്കാം.
പണ്ട് ഞാൻ ഇങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടാണ് ഈ അവസ്ഥയിലായത്. ഈ കിരീടം എനിക്ക് വേണം. ഇത് ഞാനിങ്ങ് എടുക്കുക. ഇനി ഇതിന്റെ പേരില് എല്ലാവരും കൂടി എന്റെ നെഞ്ചത്തോട്ടങ്ങ് കേറിക്കോണം. മണിമുറ്റത്താവണിപ്പന്തൽ നല്ല തറവാടിത്തമുള്ള മനുഷ്യൻ. എൻ്റെ കിരീടവും എൻ്റെ നാടും ഈ കൈകളിൽ സുരക്ഷിതം. എങ്കിലും എൻ്റെ കിരീടം ഗായ്സ്, നിങ്ങൾ ഇത് കാണുക. ഈ ഭൂഗോളത്തിൽ വൈ ദിസ് മാൻ ഈസ് കോൾഡ് ജീനിയസ്. ഗോപി ചിറമേൽ, നമ്മുടെ ഗോച്ചെ. അദ്ദേഹം ഓടുകയാണോ? ഈ നട്ടുച്ചയ്ക്ക് ഇവിടെ ഒരു മനുഷ്യനും നടക്കുന്നത് പോലുമില്ല. ബട്ട് ഗോച്ചെ, അദ്ദേഹം പറക്കുകയാണ്. കണ്ണിൽ ചോരയില്ലാത്ത ഈ ലോകത്തിന്റെ കണ്ണിൽ 2 തുള്ളി ചോര ഒഴിച്ചു കൊടുക്കാൻ, രക്തദാന സന്ദേശവുമായി തൃശൂർ റൗണ്ടിന് 200 റൗണ്ട് പൂർത്തിയാക്കാൻ ഗോച്ചെ, നമ്മുടെ സ്വന്തം ഗോച്ചെ ഓടുകയാണ്. സുഹൃത്തുക്കളെ, ഓടുകയാണ്. സഹോദര, താങ്കൾ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? അമ്മട്ടാ പൊട്ടി, മാപ്പട്ടാ പോയി. പുള്ളി എന്താ പറയുന്നേ? തൊപ്പി പോയി, അത്ര തന്നെ. മൈ ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ ചെറിയ അറിവിൽ മഹാമനസ്കനായ ഈ സഹോദരൻ്റെ ആകെയുള്ള സ്വത്ത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട സഹോദരൻ്റെ നഷ്ടപ്പെട്ട ചാരിതാർത്ഥ്യം വീണ്ടെടുക്കാൻ നമുക്ക് ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം. ഈ സഹോദരൻ്റെ കണ്ണീരൊപ്പാൻ നിങ്ങളാൽ കഴിയുന്ന സഹായം താഴെ പറയുന്ന ഗൂഗിൾ പേ നമ്പറിൽ അയക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. Conquer the world with love. Love everyone. കട്ടി മുക്കാലെനിക്ക്, കാല് നിനക്ക്. നന്ദി കോച്ചേ, നന്ദി. കുറുന്തോട്ടിക്കും വാദമോ? ഈ യാത്ര ഇനി എന്തിന്? എങ്ങോട്ട്? ഉദരനിമിത്തം ബഹുഹൃത വേഷം, നല്ല വിശപ്പ്. അവിടെ എന്തെങ്കിലും ഉണ്ടാകുമോ ആവോ? അല്ല, ഇതാര്? നിങ്ങളിത് നാടകം കഴിഞ്ഞ് വരുന്ന വഴിയാ? സുഹൃത്തെ, താങ്കളെ എനിക്ക് മനസ്സിലായില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ഈ പരിപ്പടം തിന്ന് നോക്കി. ആഹാ, ഇതെന്താണ് ഈ പലഹാരം? വളരെ വലുതാണല്ലോ. ഇത് ചെറുത്, 5 മീറ്റർ വീതി, 10 മീറ്റർ നീളം. ഇമ്മാതിരി ഒരു സാധനം ഇനി പണ്ട് നമ്മൾ PWD ഒട്ടിക്കൊണ്ട് നടന്നിരുന്നത്. നിങ്ങളറിയില്ലേ താമരശ്ശേരി ചോരം? നമ്മളെ താമരശ്ശേരി ചോരന്ന് ഒരിക്കലും ഈ ചോര ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ബ്രേക്ക് അങ്ങോട്ട് പൊട്ടി. ഇതുണ്ടോ പിടിച്ചാലും വലിച്ചാലും നിൽക്കണ്. അപ്പുറവും ഇപ്പുറവും ഭയങ്കരമായ കുഴിയല്ലേ, കുഴി. കടുകുമണി വ്യത്യാസത്തിൽ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ ഞമ്മളും എഞ്ചിനും തവിട് പൊടി. പടച്ചോനേ, നിങ്ങൾ കാത്തോളീന്ന് ഒറ്റ വിളിയാണ്. കിട്ടിയടാ, പിടിയിടാവനെ. കുതിരവട്ടത്തും ചാടി കേസാണേ. മഹാദേവ, ഇതെന്ത് പരീക്ഷണം! ഞാനിത് കാണാനാണോ ഇങ്ങോട്ട് വന്നത്? എന്റെ നാട് നശിച്ചോ? എന്റെ നാടിന് ഇനി ഒരു തിരിച്ചുവരവില്ലേ? Bro, I swear, this Mundis wasn't my math teacher, man. Just put it over your shoulder, man. Wow, I have a better plan. What kind of drip does that dude have?